തൃശൂർ നഗരത്തെ വിറപ്പിക്കാൻ ഇന്ന് പുലികളിറങ്ങും. സ്വരാജ് റൗണ്ടിൽ വൈകിട്ട് അരമണി കിലുക്കി താളത്തിൽ ചുവടുവെച്ച് 350-ലേറെ പുലികളാണ് ഇറങ്ങുന്നത്. പാട്ടുരായ്ക്കൽ സംഘമായിരിക്കും ആദ്യം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുക. 7 സംഘങ്ങളിലായാണ് ഇപ്പോൾ പുലികൾ ഇറങ്ങുന്നത്. ഇപ്പോൾ തൃശൂരിൽ നിന്നും ആന്റണി ജിസ്റ്റോർജും കാളിദാസനും ചേരുന്നുണ്ട്. ആന്റണി, എങ്ങനെയാണ് പുലികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഹരിത, ഇനി ആവേശത്തിന്റെ സമയമാണ്. ഇവിടെ പുലികളെല്ലാം അവരുടെ ഒരുക്കത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് വിയൂർ സമാജത്തിന്റെ പുലിമടയിലാണ്. ഇവിടെ പുലികളെ ഒരുക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പലരും അതിന്റെ ആദ്യഘട്ട പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഒരു തലത്തിലേക്ക് പോകാനായി നിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ ഈ ഒരുക്കങ്ങൾ തുടങ്ങിയതാണ്. അത്തരത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇനി തീരാൻ അല്പം സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഏതായാലും ആവേശം അതിന്റെ ഏറ്റവും ഇതിൽ തന്നെയാണ്. ഇപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ നമുക്ക് കാണാം. ചേട്ടൻ പുലിയുടെ വേഷമൊക്കെ ഇട്ട് ഏത് പുലിയായിട്ട്? ഇത് വട്ടപ്പുള്ളി എന്ന് പറയും. മുഖം സിംഹത്തിന്റെയാണ്, ശരീരം വട്ടപ്പുള്ളി, പുലി, ഓട്ടപ്പുള്ളി എന്നൊക്കെ പറയും. ചേട്ടൻ എത്ര വർഷമായി ഇത്? 28 വർഷമായി പുലികളി രംഗത്തുണ്ട്. സ്ഥിരമായിട്ട് ഈ ടീമിനൊപ്പമാണോ? അല്ല, നമ്മള് എല്ലാ ടീമും എല്ലാ കൊല്ലം അടുപ്പിച്ചിട്ടുണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ പല ടീമിലായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ വർഷം ഈ ടീമിൽ ഇപ്പോൾ 2ാമത്തെ വർഷമാണ്. അത് വിഷമമുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഒരു ദുരന്തമുണ്ടായാൽ അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നാലും ആ ദുരന്തത്തിനൊപ്പം നിന്നുണ്ട്, വയനാട്ടുകാർക്കൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പരിപാടി എല്ലാ ടീമുകാരും പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. കാരണം എന്തെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ആ മിച്ചം പിടിക്കുന്നത് വയനാട്ടിലേക്ക് കൊടുക്കാന്നുള്ള ഇതിലാണ്. അത് തന്നെയാണ് ഹരിത. ഏതായാലും എന്റെ ഒപ്പം ഇപ്പോൾ നമുക്കറിയാം രാവിലെ തൊട്ട് മേഘനയും കാളിദാസും ഒക്കെ ഇവിടെ വന്ന് ഭയങ്കര ഓളമാണ്. അതിപ്പോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്റെ കൂടെ ഫുൾ ഓണായിട്ട് നിൽക്കുകയാണ് മേഘന. എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ പുലിയായിട്ട് വന്നിട്ട്, പുലിമടയിലൊക്കെ വന്നിട്ട്? തൃശ്ശൂരിൽ വന്നിട്ട് തന്നെ ആദ്യ അനുഭവം അത് എന്റെ അമ്മ, എന്റെ ആന്റണി ചേട്ടാ പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും അടിപൊളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഈ തൃശ്ശൂർ എന്താ പറഞ്ഞാലെന്നറിയോ, ഏത് ആഘോഷവും അത്ര അടിപൊളി ആയി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ് തൃശ്ശൂരുകാർ. അതുകൊണ്ട് ഇവിടത്തെ ഇപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള ആവേശം ഈ വിയൂർ ദേശത്തും, അങ്ങനെ നമ്മൾ പല ദേശങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ വലിയ ആവേശമുണ്ട്. ചേട്ടൻ എങ്ങനെ തോന്നുന്നു ഈ ഒരു? തീർച്ചയായിട്ടും എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ ടിവിയിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരുക്കവും അതുപോലെ തന്നെ ഈ പുലികളെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് അതിന്റേതായ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, സന്തോഷമുണ്ട്. കൂളിംഗ് ഗ്ലാസ് ഇനി മണിക്കൂർ കഴിയുന്നവരും അതാണ് മേഘനയ്ക്ക് രാവിലെ ഇത് തുടങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മേഘന ഓരോ പുലിമടയെ കയറുന്തോറും മേഘനയ്ക്ക് ഓരോ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് ആയി. ഇനി അടുത്തത് എന്താണോ ഈ പുലികളുടെ സർപ്രൈസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മേഘന ഓരോ സമയത്തും ഓരോ കോസ്റ്റ്യൂമാണ്. ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ഫുൾ ഓൺ ആയിട്ട് നിൽക്കുകയാണ്. അതെ, ഫുൾ ഓൺ ആണ്. എന്തായാലും ഈ പുലികളെ സംബന്ധിച്ച് നമ്മൾ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂര് പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുലികളിയാണ് ഏറ്റവും പ്രത്യേകത. ഈ തൃശ്ശൂർ പൂരത്തിന് ഈ തേക്കിൻകാട് മൈതാനത്തെ ആനകളുണ്ടാവും. ഈ 10-20 മുകളിൽ ആനകളുണ്ടാവും. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത അവിടെ പുലികളാണ് കൂടുതൽ. ലോകത്ത് ഒരു സ്ഥലത്ത് അങ്ങനെ കാണാൻ പറ്റില്ല. മാത്രമല്ല വെറൈറ്റി പുലികളെ കാണാന്നുള്ളതാണ്. ലോകത്ത് പലതരത്തിലുള്ള പുലി, ഹിമപ്പുലിയുണ്ട്, ചീറ്റപ്പുലിയുണ്ട്, കടുവപ്പുലിയുണ്ട്, മഞ്ഞ ചുവപ്പ് പുലികളുണ്ട്. ലോകത്ത് നമുക്ക് കുറച്ച് പുലികളെയൊക്കെയാണ് കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി, നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ സിംഹത്തിന്റെ മുഖമുള്ള ഒരു പുലി, അത്തരത്തിലുണ്ട്. ഒരു ചേട്ടൻ ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഫുൾ ആവേശമാണോ? അതെ അതെ, അടിപൊളി. നമ്മൾ ഇത്തവണ കപ്പടിക്കോ? കിട്ടണം കപ്പ് എന്തെല്ലാം അടിച്ചു കൊണ്ടുപോകാനെ ചെയ്യും. എത്ര വർഷമായി? 26 കൊല്ലേ. 26 കൊല്ലമായിട്ട് പുലികളിയാണ്. അങ്ങനെയൊന്നും വയറന്നുണ്ട് ഇന്നുണ്ട് ഓരോ പോലെ തന്നെ. ഏത് പുലിയാ ചേട്ടൻ? ഇത് പുല്ലുപുളി, മഞ്ഞ. ഈ സ്ഥിരം ഈ പുലി തന്നെയാണോ കിട്ടുക? അല്ല, മാറി മാറി വരും. അങ്ങനെയൊന്നും. അടിപൊളി ടീം, നല്ല കമ്മിറ്റിക്കാര്, നല്ല ടീം. ഇപ്പൊ തുടങ്ങും. സമയം എടുക്കില്ലേ? നമ്മൾ കുറച്ച് പുറകിലായി പോവോ? ഇല്ല, ഇതൊരു 1 മണിയാകുമ്പോഴേക്കും കഴിയും. വരാം. ആന്റണി, ഞാനിപ്പോ വിയൂർ ദേശത്ത് പോയി വരിക. അപ്പൊ അവിടെ എല്ലാവരും ഏകദേശം വരച്ചു കഴിഞ്ഞു. ചെറിയൊരു ഭയം ഉണ്ടോ? ഇല്ല, ഒട്ടുമില്ല. അത് ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. അതാണ് സർപ്രൈസ് എലമെന്റ് ഉണ്ടോ? വെറുതെ നമ്മളോട് പറയാത്തല്ലേ? ആ ചേട്ടൻ സർപ്രൈസ് ഉണ്ടെന്നുള്ള വെളിപ്പെടുത്തലുണ്ട്. എന്താ സർപ്രൈസ് എലമെന്റ്? പറയാൻ പാടില്ല കേട്ടോ, ഞാൻ ചോദിച്ചതേ. സർപ്രൈസ് എന്തെന്ന് പറയാ, പുതിയ മോഡൽ വേഷങ്ങളുടെ ഇത് ശരി പുലികളെ പോലെ ആയിരിക്കും ഇവിടെ.
നമ്മളെ ഈ ഏറ്റവും വലിയൊരു പാട് ഇപ്പോ ഒരു വർഷം ഇറക്കിയത് അടുത്ത വർഷം ഒരു വെറൈറ്റി കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടല്ലോ. അപ്പൊ അത് ഭയങ്കര പാടാണ്. അതെങ്ങനെയാണ്? പാടല്ല സംഘാടകരുടെ പാട്, ഇതിന്റെ പാട് ശരിക്കും കഷ്ടപ്പാട് അവരെ. പാദം കാലുമുള്ളതും കയ്യുമുള്ളതും ഒക്കെ പാദം പുലിയുടെ തന്നെ. അപ്പൊ നമ്മൾ ഈ കാണുന്നതേ, അതായത് ഒരു പുലി വേഷം കെട്ടാനായിട്ട് ഏതൊക്കെ ഘട്ടങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ചേട്ടനിൽ തുടങ്ങാം. അതായത് ആദ്യം വൈറ്റ് വാഷ് അടിക്കുന്നു അല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം കോട്ടടിക്കും. കോട്ടടിച്ചു കഴിഞ്ഞ് ഡിസൈൻ വരയ്ക്കും. പുലി ഏത് ഇത് വേണോ ആ അനുസരിച്ച്, പുള്ളി വേണോ പുള്ളി, ഫിഗർ വേണോ ഫിഗർ, അങ്ങനെ വരച്ച് ഇതാക്കും. പുള്ളി വേണ്ടവർക്ക് പുള്ളി, ഫിഗർ വേണ്ടവർക്ക് ഫിഗർ. ഏത് പുലിയെ വരയ്ക്കുന്നത്? ഞാൻ ഫിഗർ ഏതാ? വൈറ്റ്. ഇനി എത്ര സമയം എടുക്കും? 2 മണിക്കൂർ. ഒരു ആവേശം എങ്ങനെ എത്രത്തോളം ഉണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി? നമുക്കൊരു ആവേശം. ഈ വേഷം ഇടാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. അപ്പൊ ഈ വർഷം മികച്ചതാവും തോന്നുന്നുണ്ടോ? മികച്ചതാണല്ലോ എല്ലാ കൊല്ലം. എല്ലാ കൊല്ലവും മികച്ചതാണ്. കൊല്ലം തോറും ഇതിന് പഴക്കമില്ലല്ലോ, പഴക്കം കൂടിക്കൂടിയല്ലേ. മേന്മ കൂടുകയാണ്. അപ്പൊ നമുക്ക് ആ ആവേശം നമ്മുടെ പ്രേക്ഷകർക്ക്, ടിവിയിലൂടെ കാണുന്ന പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടത്. അത് കളിക്കണം. ഒരു 2 സ്റ്റെപ്പ് വെച്ചാലോ? ഇപ്പൊ പറ്റില്ല. പറ്റില്ല, തിരക്കിലാണ്, പറ്റില്ല. 2 സ്റ്റെപ്പ് വെച്ചാലോ? കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞു അല്ല, എനിക്ക് സ്റ്റെപ്പ് പഠിക്കണം എന്നുണ്ട്. അപ്പൊ എനിക്ക് രാത്രിയിൽ കളിക്കാൻ 2 സ്റ്റെപ്പ് തന്നെ. 2 സ്റ്റെപ്പ് പഠിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇവർ ഈ സ്റ്റെപ്പ് പറഞ്ഞു തരില്ല എന്നാ എനിക്ക് തോന്നുന്നല്ലേ. സ്റ്റെപ്പൊക്കെ പറഞ്ഞുതരാം. അതിനിപ്പോ എന്താ? 2 സ്റ്റെപ്പ് പറഞ്ഞുതരും എനിക്ക് ചേട്ടാ. ഒരു 2 സ്റ്റെപ്പ്. ആ മേഘനയുടെ പുലികളിയാണ്. മേഘന അടുത്ത എനിക്ക് തോന്നുന്നു ഈ വനിതകളുടെ പുലികൾ ഭയങ്കര ഡിമാൻഡാണ്. അടുത്ത തവണ മേഘന ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. പോവാണ്. പഠിപ്പിച്ചിരണം. ഡാൻസിൽ കുറച്ച് വീക്കാട്ടോ. ആ കാല്. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അയ്യോ, ഒന്നുകൂടി ലാസ്റ്റ്. എനിക്കും കളിക്കാം. അപ്പൊ സെറ്റല്ലേ? അപ്പൊ ഇതാണ്, ഞാൻ 2 സ്റ്റെപ്പ് കൂടെ പഠിച്ചിട്ടുണ്ട്. ഇനി വനിതാ പുലിക്കളിയിൽ ഇതാ ഞാനും ഉണ്ടാവും. ഇവിടെ വിയൂർ വേഷം സജ്ജമാണ്. അതെ, ഇനിയിപ്പോ ആർക്കെങ്കിലും ഒരു വനിതാ പുലിനെ ഇറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ മേഘനയുണ്ട്, കേരള വിഷന്റെ റിപ്പോർട്ടർ മേഘനയുണ്ട്. മേഘന റെഡിയാണ് എന്നുള്ളത് ഇപ്പൊ പറയാണ്. മേഘന സ്റ്റെപ്പൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ? അതായത് ഈ തൃശ്ശൂര് ആദ്യമായിട്ടാണ് ഒരു പൂരം വൈബും പുലിക്കളി വൈബും ഒക്കെ ആദ്യമായിട്ടാ. ഇപ്പൊ കൂളിംഗ് ക്ലാസ് ഉണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മളും പുലിക്കളി വേഷം കെട്ടി ഇറങ്ങാതിരുന്ന ലിബിൻ ചേട്ടനും ഒക്കെ അല്ല, അതെനിക്കും സംശയമുണ്ട്. രക്ഷാകർത്താക്കളായിട്ട് ഇവിടെ ഉണ്ട്. വാ ലിബിൻ ചേട്ടാ, നമ്മുടെ ഗാർഡിയൻ ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? ഇതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്താണ് എന്നുള്ളത് എന്താ പറയാ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരള വിഷൻ ഒരുപാട് സർപ്രൈസസ് ആണ് ഈ ഒരു പുലിക്കളിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. 7 ദേശങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ഞങ്ങളുടെ കുറച്ച് സർപ്രൈസുകളും ഉണ്ട്. കേരള വിഷന്റേതായിട്ട് ഇനി പുലികൾ ഇറങ്ങാനുണ്ടോ? ചിലപ്പോൾ ചില പുലികൾ വരും. ചില പുലികൾ വരും എന്നാണ് നിബിൻ ചേട്ടൻ പറയുന്നത്. അപ്പൊ പ്രതീക്ഷിക്കാം. നിബിൻ ചേട്ടൻ വരാന്ന് പറഞ്ഞ സമയത്തിന് വൈകിയാ വന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ എന്തെങ്കിലും സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. മേടിച്ചു വെച്ച് പ്രേക്ഷകർക്ക് ഒരു വാഗ്ദാനം കൊടുക്കാം. അല്ല, വാഗ്ദാനത്തിനെക്കാട്ടിലും നല്ലത് എന്താ പറയാ, നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അങ്ങനെയല്ല, കാത്തിരുന്ന് കാണാം. അത് എന്തായാലും കേരള വിഷന്റെ സർപ്രൈസുകൾ എപ്പോഴും, അത് പൂരത്തിനാണെങ്കിലും പുലികളിക്കാണെങ്കിലും എല്ലാത്തിനും നമ്മൾ സർപ്രൈസുകൾ തന്നിട്ടുണ്ട്. അത് ഇപ്രാവശ്യവും എന്തായാലും നിങ്ങൾ കാത്തിരുന്ന് കാണുക. അത് വൈകുന്നേരം നമ്മളെ 4 മണിയുടെ തത്സമയം, നമ്മൾ 4 മണിക്ക് നമ്മളുടെ ലൈവ് നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ പുലിക്കളിയുടെ കഥയും ഇവിടുത്തെ വിശേഷങ്ങളും ആണ് വിടാതെ ഒരു ഏകദേശം ഒരു 8ഓളം 9ഓളം ക്യാമറകൾ, പിന്നെ അല്ലാതെ നമ്മളുടെ ക്രൂവിന്റെ ക്യാമറകൾ വേറെ ഇത്രയധികം 10-12ഓളം ക്യാമറകൾ വെച്ച് പലയിടങ്ങളിൽ നിന്നായിട്ട് ഈ 7 ദേശങ്ങളിൽ നിന്ന് വരുന്ന വരവുകളും അതേപോലെ തന്നെ പുലിക്കളിയുടെ നമ്മുടെ ശക്തൻ ഇതിലേക്ക് കടക്കുന്നതടക്കമുള്ള എല്ലാ കാഴ്ചകളും പ്രേക്ഷകർക്ക് ഇവിടെ നിന്ന്, അതായത് നമ്മളുടെ ശക്തൻ അല്ലെങ്കിൽ എന്താ പറയാ തൃശ്ശൂരിൽ വന്ന് നിന്ന് കാണുന്ന, ഗ്രൗണ്ടിൽ വന്ന് നിന്ന് കാണുന്ന ഒരനുഭവം നമ്മൾ ഒരുക്കും. അതാണ് കേരള വിഷന്റെ ആവേശം കെട്ടി എല്ലാവരുടെയും ആവേശം കണ്ടു. നമ്മൾ കേരള വിഷൻ ടീമിന്റെ ഒരു ആവേശം കാണിച്ചു കൊടുക്കണ്ടേ? കാണിക്കാമല്ലോ, അതിന് ഒരുപാട് സമയമുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിയട്ടെ. ആവേശം ഇനി മണിക്കൂറുകളിൽ നമുക്ക് ഇതൊക്കെ ഇപ്പൊ എല്ലാം വെയിറ്റ് ചെയ്ത് വെക്കാനാ പറയുന്നത്.
വരും മണിക്കൂറുകളിൽ കേരള വിഷൻ സജ്ജമാണ്. ഇവിടെ പുലിക്കളി വേഷം കെട്ടി 300-ലധികം പുലിക്കളി വേഷം കെട്ടുന്ന ആൾക്കാർ ഇവിടെ സജ്ജമാണ്. നമുക്ക് വരും മണിക്കൂറുകളിൽ കേരള വിഷൻ അത് തത്സമയം ഉണ്ടാകും. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും പുലിമടകളിൽ പോകാനുണ്ടെന്നുള്ളതാണ്. ഇത് മാത്രമല്ല, വെറൈറ്റി പുലികൾ. അത് മാത്രമല്ല, ഞാനിപ്പോ വിയൂർ ദേശം പോയിട്ട് വരികയാണ്. അവിടെ വലിയ ആവേശം, അവിടെ കുട്ടിപ്പുലികളാണ് കുറച്ചുകൂടെ കൂടുതലുള്ളത്. വലിയ ആവേശമുണ്ട്. അപ്പോ നമുക്ക് തന്നെ ഒരു മത്സര ബുദ്ധി തോന്നുന്നുണ്ട്. അതായത് ആര് ജയിക്കും. ഇവിടെ വിവിധ ഇനങ്ങൾക്ക് മത്സരമുണ്ട്. വെറുതെ അല്ല, മത്സരവും ക്യാഷ് പ്രൈസും ഒക്കെ ഉണ്ട്. നല്ല പുലിക്കളി വേഷം കിട്ടുന്ന ആൾ, നല്ല ദേശം, അങ്ങനെ വിവിധ മത്സരങ്ങളും ക്യാഷ് പ്രൈസും ഒക്കെ ഉണ്ട്. ഭംഗി എന്ന് പറയുന്നത് താളമാണ്. ആ ചെണ്ടയുടെ ആ ഒരു അതാണ് ഇതിനൊരു കൂടുതൽ ഭംഗി ഉണ്ടാക്കുന്നത്. ആ കൊടമണിയുടെ താളവും ആ ചെണ്ടയും ഒക്കെ കൊട്ടി അതിന്റെ ഒരു അപ്പോഴാണ് അതിനൊരു രൗദ്ര താളവും ആ പുലിയുടെ ഒരു ഭീകരതയും ആ മുഖത്ത് കാണുന്ന രൗദ്രതയും ഒക്കെ വരുമ്പോഴാണ് ആ പുലിവേഷത്തിന് അത്രയും ഭംഗി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിനാണ് ഇനി കാത്തിരിക്കേണ്ടത്. സുനിലേട്ടൻ ഇവിടെ ഉണ്ട്. നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെയാണ് നമ്മൾ നോക്കുന്നത്. അദ്ദേഹം ഇവിടുന്ന് പോയി എന്നാണ് തോന്നുന്നത്. നമുക്ക് വരും മണിക്കൂറുകളിലുണ്ടാവും, നോക്കാം. ഏതായാലും ആവേശത്തിന് ഇനിയാണ് ആവേശം. ഇത് വെറും ഒരുക്കമാണ് നടക്കുന്നത്. ഇനി നമുക്ക് വെറൈറ്റികൾ ഒരുപാടുണ്ട്. ഇവരുടെ ഒരു വേഷമൊക്കെ കെട്ടി പ്രേക്ഷകർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ആൾക്കാർ കുറവാണല്ലോ, അല്ലെങ്കിൽ ഇത്ര പോലെയാണോ നമ്മള് ഒരു പുലിക്കളി എന്ന് പറഞ്ഞത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഉച്ചയ്ക്ക് ശേഷം പുലിമേളം സ്വരാജ് റൗണ്ടിൽ ഉണ്ടാകും. അത് വലിയ തരത്തിൽ, അത് നിങ്ങളിലേക്ക് എത്ര പോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു ആകാംക്ഷയിലാണ്, ത്രില്ലാണ് നമ്മൾ. അതെ, ഫുൾ സെറ്റാണ്, എല്ലാം റെഡിയാണ്. കണ്ടില്ല, മേഘന ഓണായി കഴിഞ്ഞ് ചിലപ്പോ പുലികളിൽ മേഘനയെ പുലിയായിട്ടും കാണാം. ഏതായാലും ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. കേരള വിഷനും തയ്യാറാണ്. നമുക്കിനി മറ്റു പുലിമടകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഹരിത, എന്തായാലും തൃശ്ശൂരിൽ പുലിക്കളിക്കായുള്ള പുലികൾ ഒരുക്കം തുടങ്ങിയിരിക്കുകയാണ്. വൈകിട്ട് 4-നാണ് പുലിക്കളി സ്വരാജ് റൗണ്ടിൽ നടക്കുക.